റോഡ് പണിക്കിടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വലിയ മെഷീനാണല്ലോ റോഡ് റോളർ. പക്ഷെ ഇതിന്റെ പിന്നിൽ എത്ര വലിയ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് വലിയ കൺസ്ട്രക്ഷൻ വർക്കിൽ ഉപയോഗിക്കുന്ന റോഡ് റോളർ എങ്ങനെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടുന്നാലോ. ആദ്യമായി റോഡ് റോളറിന്റെ മെയിൻ ബോഡി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ ഷീറ്റുകൾ ഫാക്ടറിയിലേക്ക് എത്തിക്കും. ഡിഫറെന്റ് സൈസിൽ വരുന്ന സ്റ്റീൽ പ്ലേറ്റുകൾ മെഷീൻസ് ഉപയോഗിച്ച് കട്ടിങ് ചെയ്യുന്നു. CNC കട്ടിങ് മെഷീൻസ് ഉപയോഗിച്ചാണ് വളരെ അക്യുറേറ്റ് ആയി ഓരോ പാർട്സും കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത സ്റ്റീൽ പാർട്സ് വെൽഡിംഗ് സെക്ഷനിലേക്ക് പോകും. ഇവിടെ വർക്കേഴ്സ് ഹെവി വെൽഡിംഗ് ചെയ്ത് റോഡ് റോളറിന്റെ ചേസസ് ഫ്രെയിം തയ്യാറാക്കും. ഈ ഒരു ഫ്രെയിമാണ് മുഴുവൻ മെഷീൻസിന്റെയും ബാക്ക് ബോൺ എന്നത്. വലിയ ഹീറ്റ് സ്പാർക്കും ഹെവി മെഷീൻസുമുള്ള ഡേഞ്ചറസ് സെക്ഷനാണിത്. ഇതിൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ചാസിസ് റെഡിയായ ശേഷം റോഡ് റോളറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഡ്രം നിർമ്മിക്കുക എന്നതാണ്. നമ്മൾ റോഡുകളിൽ കാണുന്ന വലിയ സിലിണ്ടറിക്കൽ സ്റ്റീൽ വീലിനെ തന്നെയാണ് ഡ്രം എന്ന് ഉദ്ദേശിക്കുന്നത്. തിക്കായിട്ടുള്ള സ്റ്റീൽ പ്ലേസ് വളച്ച് റൗണ്ട് ഷേപ്പാക്കി ഹെവി വെൽഡിംഗ് ചെയ്ത് അസംബ്ലിംഗ് ചെയ്യും. ഈ ഒരു ഡ്രം വളരെ സ്ട്രോങ് ആയിരിക്കണം, കാരണം 10 കണക്കിന് പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതിനു ശേഷമാണ് മെഷീനെ എൻജിൻ ഫിറ്റിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നത്. പവർഫുൾ ഡീസൽ എൻജിൻ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യും. എൻജിനൊപ്പം ഹൈഡ്രോളിക് സിസ്റ്റം, ഫ്യൂവൽ ടാങ്ക്, ഓയിൽ ലെൻസ്, കൂളിംഗ് സിസ്റ്റം എല്ലാം കണക്ട് ചെയ്യപ്പെടും. റോഡ് റോളർ മൂവ് ചെയ്യാനും വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഹൈഡ്രോളിക് സിസ്റ്റമാണ് പ്രധാനമായും വർക്ക് ചെയ്യുന്നത്. ഇതിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേജ് ക്യാബിൻ ഫിറ്റിംഗ് ആണ്. ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ, സ്റ്റിയറിംഗ് സിസ്റ്റം, കൺട്രോൾ പാനൽസ്, സീറ്റ്, ഗ്ലാസ് ഫിറ്റിംഗ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. മോഡേൺ റോഡ് റോളറിൻ്റെ AC ക്യാബിൻ വരെ ഇതിലുണ്ടാകും. അസംബ്ലിംഗ് കഴിഞ്ഞ ശേഷം ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. ലൈറ്റുകൾ, സെൻസറുകൾ, കൺട്രോൾ സ്വിച്ചുകൾ, സേഫ്റ്റി സിസ്റ്റം എല്ലാം കണക്ട് ചെയ്യും. പിന്നീടാണ് ഇഞ്ചനാക്കി മാറ്റുന്ന പെയിൻറ്റിംഗ് സെക്ഷനിലേക്ക് മാറുന്നത്. മുഴുവൻ ബോഡിയും അങ്ങ് ക്ലിയർ ആക്കിയിട്ട് പ്രൈമർ അടിച്ച ശേഷം കമ്പനി കളർ പെയിൻറ് ചെയ്യും. പെയിൻറ്റിങ് കഴിഞ്ഞാൽ മെഷീൻ കംപ്ലീറ്റ്ലി ന്യൂ ലുക്ക് ആവും. ഫൈനലി ടെസ്റ്റിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. റോഡ് റോളർ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തും ഡ്രം വൈബ്രേഷൻ, ഹൈഡ്രോളിക് മൂവ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ബ്രേക്കിംഗ് സിസ്റ്റംസ് എല്ലാം ടെസ്റ്റ് ചെയ്യും. എല്ലാ പരിശോധനയും കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു മാസിയം മെഷീൻ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. നമ്മൾ സാധാരണയായി റോഡ് പണികളിൽ കാണപ്പെടുന്ന ഈ ഒരു റോഡ് റോളറിന്റെ പിന്നിൽ ഇത്രയും വലിയ എഞ്ചിനീയറിങ്ങും മാനുഫാക്ചറിങ് പ്രോസസ്സിങ്ങും ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? സോ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.